പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യാത്ര ചെയ്യുന്ന മക്കൾ, കർത്താവ് ഇൻ്റർവ്യൂ ഉള്ള മക്കൾ, കർത്താവ് പരീക്ഷ എഴുതുന്ന മക്കൾ, അനേകം മക്കൾ ആശീർവാദം വാങ്ങിച്ച് പോയിട്ടുണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി. അവരെല്ലാം കർത്താവെ ആശീർവദിക്കണം. പരീക്ഷാ സമയങ്ങളിൽ കർത്താവെ അങ്ങ് അവിടെ കൂടെ വസിച്ചുകൊണ്ട് അവർക്ക് ചിലർക്ക് പരീക്ഷ എഴുതുന്നതിന് പ്രയാസമുള്ളവരുണ്ട്, ചിലർക്ക് ഓർമ്മ കിട്ടത്തില്ല, ഓർത്തെടുത്ത് കമ്പ്യൂട്ടറിൽ കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ പറ്റാത്തവരുണ്ട്, തീരുമാനം എടുക്കാൻ താമസം എടുക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കുടുംബത്തിലെ പ്രത്യേക അവസ്ഥ കൊണ്ടും പിന്നെ ഹോസ്റ്റലിൽ അവിടെയൊക്കെ നിൽക്കുന്നവർ ഭക്ഷണമില്ലായ്മ കൊണ്ടും നല്ല ഭക്ഷണം കിട്ടാത്തത് കൊണ്ടും അവന് ഉറക്കമില്ലാത്തത് കൊണ്ടും വയറൊക്കെ മോശമായിരുന്നതുകൊണ്ടും പല ആൾക്കാർക്കും പലതരം ശാരീരികമായ പല അവശതകളും ഉള്ളതുകൊണ്ടും പല കാര്യങ്ങളെയും ബാധിക്കുകയും വേദനിക്കുകയും നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഒരാശ്വാസമില്ലാതെ പരക്കം പാകുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും ഞാൻ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ നിന്നെ യേശുനാമത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിലെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിൻ്റെ വഴികളിൽ നീ ഇന്ന് പോകുന്നിടത്തെല്ലാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ വഴികളിൽ നീ ഇന്ന് സംസാരിക്കുന്നിടത്തെല്ലാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിലെ നിൻ്റെ ഓരോ ഉദ്യമങ്ങളും നിൻ്റെ ഓരോ ചിന്തകളും നിൻ്റെ ഓരോ തീരുമാനങ്ങളും അത് അനുകൂലമാണ് നടക്കാനും അനുകൂലമല്ലെങ്കിൽ നിനക്കെതിരാണെങ്കിൽ നടത്താതിരിക്കാനും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് നീ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. പരിശുദ്ധ അമ്മ ദൈവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഉണ്ടല്ലോ ചില ആൾക്കാർ ദൈവമായിട്ട് ഒരു പ്രാവശ്യം ചോദിക്കും, രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചില്ല, പിന്നെ ആ വഴിക്ക് പിന്നെ അവർ വരത്തില്ല. പ്രാർത്ഥന വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയും. അത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ഇവന്മാരോട്, ഇങ്ങനെയുള്ള അണ്ണന്മാരോട് ദൈവം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുമില്ല. അതാണ് ഏറ്റവും വലിയ വരുന്ന വിഷയം. ഇപ്പം
ചിലർക്ക് ദൈവം ചോദിക്കുമ്പോൾ തന്നെ എടുത്ത് കൊടുക്കുകയും ചെയ്യും. അത് മിക്കവാറും നശിപ്പിൻ്റെ വിത്തുകളായിരിക്കും, അത് വേറെ വിഷയം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ധൂർത്തപുത്രൻ്റെ ഒരു മൂത്ത ചേട്ടനില്ലേ, നമ്മൾ ധൂർത്തപുത്രൻ്റെ പുറവായനയല്ലല്ലോ, അപ്പോൾ ധൂർത്തപുത്രൻ്റെ മൂത്ത ചേട്ടനില്ലേ, ചേട്ടായി അങ്ങേര് ഇവിടെ ഇവൻ തിരിച്ചു വരുമ്പോൾ വീട്ടിലെ ഡാൻസും പാട്ടും കേട്ടിട്ട് സങ്കടം വരും അല്ലേ. ഇവരെ കൊടുത്ത കാളക്കുട്ടിയൊക്കെ ഒന്ന് അപ്പൻ മകന് നല്ല ഉടുപ്പ് കൊടുത്തു, ചെരുപ്പ് കൊടുത്തു, മോതിരം കൊടുത്തു. അവിടെ എല്ലാവരും ഭയങ്കര നൃത്താഘോഷങ്ങളൊക്കെ കഴിയുമ്പോഴാണ് തപ്പും കൊട്ടും പാട്ടും ഒക്കെ കേട്ട് ഈ മൂത്ത മകൻ വയലിൽ നിന്ന് വരികയില്ല. അപ്പോഴും അവൻ കഷ്ടപ്പെട്ട് ജോലിയും ചെയ്ത് വെച്ച് വരികയാണ്. ആ സീനൊക്കെ ഭയങ്കര ഐറോണിക്ക് ഭയങ്കര സീനാണത്. കാര്യം ഈ വീട് ചത്തുപോയിട്ട് കുറേ നാളായി, ഇത് മരിച്ച വീട് പോലെ കിടക്കുന്ന സംഭവം. അയാൾ ഓർത്തത് അയാൾക്ക് വഴിതെറ്റിപ്പോന്ന് അയാൾ വിചാരിച്ചത് ഈ മൂത്ത മകന്. കാര്യം ഇങ്ങനെ സംഭവിക്കത്തില്ല, നമ്മുടെ വീട്ടിൽ അങ്ങനെ സംഭവിക്കണെ കുറിച്ച് അയാൾ ചിന്തിക്കണില്ല. അത് ആരൻ്റെ വീട്ടിൽ അടിയന്തരം നടക്കണമെന്ന് അയാൾ ചിന്തിച്ചത്. വന്ന് നോക്കി ആദ്യം എത്തിയപ്പോഴല്ലേ നമ്മുടെ വീട്ടിലാണ് ഈ വേല പടയനും മുഴുവനും. അയാൾക്ക് അപ്പം അയാളൊരു വേലക്കാരനെ വിളിച്ചു പറഞ്ഞ മറ്റാൾ വന്നേട്ടാ, ആള് വന്നിട്ടുണ്ടേട്ടാ. അയാൾ ആ ജീവനോടെ കിട്ടിയ അപ്പം ഭയങ്കര സന്തോഷത്തിലാണ്. കാളേക്കുന്ന് അടിയന്താ നടത്തി കണ്ടിരിക്കണ പാട്ടും ഡാൻസ്. അവൻ അപ്പം തന്നെ ഇടിവെട്ടുകൊണ്ട പോലെ കനച്ച രൂപം പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പം അപ്പൻ പിരിമാറ്റി ജല്ലക്കിടക്കൂടെ നോക്കുമ്പോൾ കണ്ട് നിൽക്കണ ഒരു രൂപം കനച്ച് നിൽക്കുകയാണ്. അപ്പൻ്റെ ചങ്കന്ന് പിടച്ച് കാര്യം ഇവരെങ്ങനെ നാട് വിട്ടു പോയാൽ എന്ത് ചെയ്യും, ഇതുപോലെ പോയാൽ എന്ത് ചെയ്യും. അപ്പോഴേ അപ്പൻ്റെ ആക്രാന്തം കാണണം. പണ്ട് ഇവനോട് ആ ആക്രാന്തം കാണിച്ചിട്ട് ഇവൻ പോകത്തില്ലായിരുന്നു. ഇപ്പൊ അപ്പൻ എന്താ ചെയ്യണമെന്ന് നോക്കി. ലുക്ക 15:27 വേലക്കാരൻ പറഞ്ഞു നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു, അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അപ്പനും എങ്ക സന്തോഷായി. അവൻ കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്നു. അതേതാണ് സംഭവം. പിതാവിന്റെ ലക്ഷണം മാറി. ഈ പുറത്ത് വരുത്തിലും പിറക്കം പാച്ചിലൊക്കെ പുറത്ത് വന്നു. പിതാവ് ലക്ഷണം പറയാണ്ടതൊക്കെ പിതാവ് പുറത്ത് വന്നു. അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. അവനോട് പട്ടാങ്ങി പറയാൻ, സാന്ത്വനല്ല പട്ടാങ്ങിയാണ്. കാര്യം അവൻ വിട്ടുപോയി കഴിഞ്ഞാൽ എല്ലാം വെള്ളത്തിലാവും. അതാണ് അവൻ്റെ മൂല്യമുള്ളവനാണ് അവനോട് സാന്ത്വനങ്ങൾ പറയാൻ തുടങ്ങി. എന്താണ് പിതാവ് പറഞ്ഞതെന്ന് കേട്ടെ. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി, എത്ര കാലമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. അവൻ ദാസ്യവേല ചെയ്യാന്ന് മകനെ പോലെ അവൻ ദാസനായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. വചനം അവനെ ജോലി ചെയ്യുകയും ചെയ്യും, വചനം കേൾക്കുകയും ചെയ്യും. അതാണ് ഭയങ്കര ഒരു ഉടമ്പടി ജീവിതമാണ് അവൻ്റെ. ആ മൂത്ത മകൻ്റെ ജീവിതം ഉണ്ടല്ല, കറക്റ്റ് ഉടമ്പടി ജീവിതമാണ്. അവൻ വചനം കേൾക്കുകയും ചെയ്യും, ആ വചനം അനുസരിച്ച് വീട്ടിൽ ജീവിക്കുകയും ചെയ്യും. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. ഇത് കണ്ട സന്ധ്യക്ക് ഈ അപ്പൻ ഒരു മക്കളോട് രണ്ട് തരത്തിലാണ് പെരുമാറൊക്കെ തോന്നിപ്പോകും. കാര്യം ഇത് ആട്ടിൻകുട്ടിയെ പോലും ഇവിടെ കൊടുത്തില്ലല്ല. കാര്യം ആട്ടിൻകുട്ടിയുടെ കാര്യം പറയാതിരിക്കണം നല്ലത്. കാര്യം ഈ അപ്പൻ ആലിൽ പോണത് അല്ലെങ്കിൽ ആടത്തിറ്റാൻ പോണ പരിപാടിയൊന്നും ഇല്ല. വയസ്സാക്കായിട്ട് വീട്ടിലിരിക്കണേ. അവനാണ് ഈ 100 ആടിനെയും കൊണ്ട് പോണത്. അതിൽ 10-15 ഒക്കെ ഓരോ ദിവസം പ്രസവിക്കും. അത് 5-6 കുട്ടികളൊക്കെ ഉണ്ടാകും, 10-40 കുട്ടികളുണ്ടാകും. ഇതിൻ്റെ കണക്കെല്ലാം കൃത്യമായിട്ട് വൃത്തിമനയമായിട്ട് ഈ അപ്പന് കൊടുക്കുന്നുണ്ട്. ഈ അപ്പൻ്റെ ഇടയ്ക്ക് 10 ആടിൻ്റെ കണക്ക് കുറച്ച് കൊടുത്താലും അപ്പന് ഇവനെ വിശ്വസിക്കും. പക്ഷെ അവൻ ഈ മൂത്തവൻ സത്യസന്ധനാ, വചനത്തിലും ജീവിതത്തിലും എല്ലാം സത്യസന്ധനാ. എന്നിട്ട് ഈ സത്യസന്ധനായിട്ടുള്ള സംഭവം എന്താണ് അത് പറയല്ലേ. സത്യസന്ധനായിട്ട് ഇരുന്നിട്ട് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഒരു കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കാൻ വേണ്ടി ഇവൻ അതിൻ്റെ അകത്തുനിന്നൊരു ആട്ടിൻകുട്ടിയെ ചോദിച്ചിട്ട് ആട്ടും ഓടിച്ചു കളഞ്ഞവരാ അവൻ. പക്ഷെ എന്നിട്ടും അവൻ കയർത്തില്ല. അതാണ് മൂത്ത മകൻ എന്ന് പറയുന്നത്. മൂത്ത മകൻ ഒരു സംഭവമാണ് ശരിക്കും.
ബൈബിളിൽ ഏറ്റവും ടോപ്പ് ആ മൂത്ത മകനാണ് ശരിക്കും. അവനെ കണ്ടില്ല, നീ നോക്കിയ ഇത്രയും പ്രസംഗം ഉണ്ടായിരുന്നു. ദൈവത്തിന് മുമ്പ് നിൽക്കണം എങ്ങനെയാണെന്ന് നമുക്ക് പഠിപ്പിക്കണത് ഈ മൂത്ത മകനും പിന്നെ ലൂക്കായിന് 2 അധ്യായം കഴിയുമ്പോൾ 12, 17, 10 പറയുന്നൊരു ദാസനുമുണ്ട്. ഉഴാനും ആട് മേയ്ക്കാനും പോയിട്ട് തിരിച്ചിതുപോലെ വയലിൽ നിന്ന് വന്നവനാണ്. ഈ വയലിൽ നിന്ന് വന്നവന്മാരൊക്കെ വില്ലന്മാരായിരിക്കും. ഈ മൂത്ത മകനും വയലിൽ നിന്ന് വരികയാണ്. ഇനി ലൂക്ക 17, 10 ഒരാൾ വയലിൽ നിന്ന് വരും, ഉഴാനും ആട് മേയ്ക്കാനും പോയിട്ട് അവനും വരും. അപ്പോൾ അവൻ വയലിൽ നിന്ന് വരുമ്പോൾ എന്താ പറയണത്? നീ പോയി കുളിക്കുക, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുക, വിളമ്പിത്തരിക, പിന്നെ നിനക്ക് കഴിക്കുക എന്നല്ലേ പറയുക. അത് എന്നിട്ട് അതെല്ലാം കൽപ്പിക്കപ്പെട്ടെല്ലാം ചെയ്തതിന് ശേഷം പ്രയോജനരഹിത ദാസൻ, ശരിക്കും പ്രയോജനരഹിത ദാസൻ ആരാണ്? ഈ മൂത്ത മകനാ. അവനൊരു പ്രയോജനമില്ലാത്തവൻ, അവൻ പ്രയോജനമില്ല, അപ്പനെ കൊണ്ട് ഒരു പ്രയോജനമില്ലാത്തൊരു മനുഷ്യനായിട്ട് അവൻ ജീവിക്കുകയാണ്. എൻ്റെ ദൈവത്തിലെ യഥാർത്ഥ ആധ്യാത്മിക ജീവിതത്തിൽ ദൈവത്തെ കൊണ്ട് ഒരു പ്രയോജനമില്ലാത്തവനായിട്ട് നമുക്ക് തോന്നും. ദൈവത്തിനെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് നമുക്ക് തോന്നാം. എന്നിട്ട് നമ്മൾ വിശ്വാസിച്ച് ജീവിക്കും. അതാണ് മൂത്ത മകൻ്റെ ജീവിതം. അപ്പം പറയേണ്ട വാക്കുണ്ട്. എന്താണ്? ഇങ്ങനെ ജീവിക്കുമ്പോൾ നീ ഓർക്കണം മകനെ, എൻ്റെ മകനെ, നീ എപ്പോഴും എന്നോട് കൂടി ഉണ്ടല്ലോ. അപ്പോൾ ദൈവത്തിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ ദൈവം തന്നെ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് നീ മനസ്സിലാക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇവിടെ ഉടമ്പടി എടുക്കുകയുണ്ടായി. ഞാനും അദ്ദേഹത്തിനോടൊപ്പം ഇവിടെ കടന്നു വന്നിരുന്നു. അദ്ദേഹം ആ ഉടമ്പടി പ്രകാരം പ്രാർത്ഥനകൾ നയിക്കുകയും ഞാനും അദ്ദേഹത്തോടൊപ്പം സഹകരിക്കുകയും എല്ലാം ചെയ്തു വന്നിരുന്നു. ഞാൻ 2019 ഒരു സ്കൂട്ടർ ഓടിക്കുന്നതിന് വേണ്ടി ലേണേഴ്സ് ലൈസൻസ് എടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് 2020 ഫെബ്രുവരി മാസം മുതൽ ഞാൻ അതിന് 8 എടുക്കുന്നതിന് വേണ്ടി പ്രാക്ടീസൊക്കെ നടത്തി നോക്കുമായിരുന്നു. എൻ്റെ മകൻ എന്നെ കൊണ്ടുപോയി ഒരു ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോയി 8 എടുക്കുന്നതിന് വേണ്ടിയൊക്കെ ഇങ്ങനെ ഓടിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാനൊരു ഡ്രൈവിംഗ് സ്കൂളിനെ സമീപിച്ചു 8 എടുക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് വണ്ടി നന്നായിട്ട് ഓടിക്കാൻ അറിയാം, റോഡിലൂടെയൊക്കെ ഞാൻ വണ്ടി ഓടിച്ചു പോകുന്നതാണ് ഈ ലേണേഴ്സിൻ്റെ പിൻബലത്തിൽ. പക്ഷേ അവിടെ അവർ തരുന്ന വണ്ടിയിൽ എനിക്ക് ആ കമ്പികൾക്കിടയിൽ കൂടെ ഓടിച്ചു പോകാൻ സാധിച്ചിരുന്നില്ല. ഒറ്റ പ്രാവശ്യം പോലും ഒരു തവണ പോലും അതൊന്ന് പൂർത്തിയാക്കാനോ ഒന്നും എനിക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് പഠനം 1 മാസത്തോളം നീണ്ട പ്രാക്ടീസ് എടുക്കണം എന്നൊക്കെ അദ്ദേഹം എന്നെ നിർബന്ധിക്കുകയും വലിയൊരു തുക ഫീസായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിന് സാധ്യമല്ലാത്തത് കൊണ്ട് എനിക്കതിന് മനസ്സ് വന്നില്ല, ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 2 കൈയും ഉയർത്തി ശപിക്കുന്ന മാതിരി ശരിക്കും ശപിക്കുകയായിരുന്നു. ഇയാൾ ഒരിക്കലും
എട്ടെടുക്കത്തില്ല, ലൈസൻസും നേടത്തില്ല, വണ്ടി ഓടിക്കുകയുമില്ല. ഞാനാ പറയുന്നത്, ഇയാൾ ഒരിക്കലും എട്ടെടുക്കത്തില്ല, നോക്കിക്കോ എന്നിങ്ങനെ എന്നോട് പറഞ്ഞു. അത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായി ആ വാക്കുകൾ. അതിനുശേഷം അവിടുന്ന് പോന്നെങ്കിലും മറ്റൊരു കൊല്ലത്തുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടു. അവിടെയും ഒരു ദിവസം ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കി. അവിടെയും എനിക്ക് സാധിക്കുമായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് താമസം മാറി വന്ന കായംകുളം അടുത്തൊരു സ്ഥലത്ത് ഞങ്ങൾ താമസം മാറി. അവിടെ വന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു, നീ ഇവിടെ പരിശ്രമിക്ക്, അവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്, അവിടെ നീ ഒന്ന് സമീപിക്ക് എന്ന് പറഞ്ഞു. ഈ കടമ്പയൊന്ന് കടന്നു കിട്ടാൻ വേണ്ടി. അദ്ദേഹത്തിൻ്റെ വാക്കനുസരിച്ച് ഞാൻ അവിടെ പോയി സംസാരിക്കുകയും ആ പുള്ളിക്കാരൻ എന്നെ പ്രാക്ടീസിനായിട്ട് വിളിക്കുകയും ചെയ്തു. 2 ദിവസം ഞാൻ പ്രാക്ടീസിന് പോയി. എനിക്ക് സാധിക്കുന്നില്ല. ഒരു തവണ പോലും അത് കാലുകുത്താതെയോ ഉരുണ്ട് വീഴാതെയോ തെറ്റിക്കാതെയോ എടുക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് കോവിഡ് പിടിപെട്ടു. ആ സമയത്ത് എൻ്റെ ജീവിത പങ്കാളി മുട്ടിൻ്റെ ലിഗമെൻറ്റിന് ചെറിയ പൊട്ടലുള്ളത് കൊണ്ട് പ്ലാസ്റ്റർ ഇട്ട് കിടപ്പിലായിരുന്നു. ഞങ്ങൾ 2 പേരും മാത്രമേ വീട്ടിലുള്ളൂ. അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് ഞാൻ വീട്ടിലും, എനിക്ക് കോവിഡുമാണ്. കോവിഡ് ഭേദമായി കഴിഞ്ഞ് എനിക്ക് ഓഗസ്റ്റ് 1-ാം തീയതിയാണ് എനിക്ക് ടെസ്റ്റിന് ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു 3 പ്രാക്ടീസ് ദിവസങ്ങൾ എനിക്കുണ്ട്. അതിലൊരു ദിവസം ഞാൻ പ്രാക്ടീസിന് പോയപ്പം അന്നും എനിക്കെടുക്കാൻ സാധിച്ചില്ല. ഞാൻ മടങ്ങി വന്നു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ആ സാർ എന്നെ ശപിച്ചതുപോലൊക്കെ തന്നെയായിരിക്കും, എനിക്ക് ഒരിക്കലും അതെടുക്കാൻ സാധിക്കത്തില്ലായിരിക്കും. എന്താണ് എന്നെ അലട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ കമ്പികൾക്കിടയിൽ കൂടെ വണ്ടിയുമായിട്ട് പോകുമ്പോൾ എൻ്റെ ചെവിയിൽ അദ്ദേഹം പറഞ്ഞ ആ സ്വരം ഇങ്ങനെ മുഴങ്ങും, ഇയാൾ ഒരിക്കലും എട്ടെടുക്കില്ല, വണ്ടി ഓടിക്കത്തുമില്ല, ലൈസൻസും എടുക്കത്തില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ ജീവിത പങ്കാളി ജോസഫ് അച്ഛൻ്റെ ഒരു വീഡിയോ കിടന്ന കിടപ്പിൽ ഇങ്ങനെ കേട്ടുകൊണ്ട് കിടക്കുന്നത് ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യുന്ന അവസരത്തിൽ ഞാൻ കേൾക്കുകയുണ്ടായി. അതിൽ അച്ഛൻ പറയുന്നത്, ആ പ്രസംഗം ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു: കൃപാസനത്തിൽ കടന്നു വരുന്ന ഓരോ മക്കൾക്കും, വിശ്വാസത്തോടെ കടന്നു വരുന്ന ഓരോ മക്കൾക്കും പരിശുദ്ധ അമ്മ അവരറിയാതെ തന്നെ ചെയ്യുന്ന, അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു അത്ഭുതമുണ്ട്. അവരിൽ നിന്ന് ഭയം എടുത്തു മാറ്റും. ഇത് അവർ പോലും അറിയില്ല എന്ന്. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിനോടൊപ്പം ഓരോ പ്രാവശ്യവും ഞാൻ കൃപാസനത്തിലേക്ക് കടന്നു വരുമ്പോഴും എനിക്ക് കൃപാസനം അമ്മയിലോ ഇവിടുത്തെ ശുശ്രൂഷയിലോ ഒന്നും വലിയ വിശ്വാസം ഇല്ലായിരുന്നു. ഇത് ഞാനിങ്ങനെ കേട്ടപ്പോൾ തൊട്ട് ഇതെന്നെ മഥിക്കാൻ തുടങ്ങി. ശരിയാണ്, പരിശുദ്ധ അമ്മ വഴി, പരിശുദ്ധ അമ്മയ്ക്ക്, കൃപാസനം അമ്മയ്ക്ക് ഈശോയോട് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും. ഞാൻ വിശ്വസിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചാച്ചാ, ഞാൻ കൃപാസനത്തിൽ പോവുകയാണെങ്കിൽ എനിക്ക് എട്ടെടുക്കാൻ സാധിക്കും, എനിക്ക് ലൈസൻസ് കിട്ടും. അദ്ദേഹം അപ്പോൾ പ്ലാസ്റ്ററിൽ കിടക്കുകയാണ്. 2 ആഴ്ച കൂടി ഉണ്ട് പ്ലാസ്റ്റർ വെട്ടാൻ. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. പോകാൻ നമുക്ക് എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ പറഞ്ഞു, എനിക്ക് 1-ാം തീയതി എനിക്ക് ടെസ്റ്റ് എടുക്കണമെങ്കിൽ എനിക്ക് 2 ക്ലാസ് കൂടെ ഇനിയുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ കൃപാസനത്തിലൊന്ന് പോയി വന്നാൽ എനിക്ക് ഉറപ്പുണ്ട് കൃപാസന അമ്മ ഈശോയോട് പറഞ്ഞ് എനിക്ക് ആ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ച് എനിക്ക് എട്ടെടുക്കാൻ സാധിക്കുമെന്ന്. പിറ്റേ ദിവസം ഇദ്ദേഹം എന്നോട് പറയുക, ആ ആക്സോ ബ്ലേഡ് ഇങ്ങെടുത്തോണ്ട് വാ. ഞാൻ ആക്സോ ബ്ലേഡ് എടുത്തുകൊണ്ട് കൊടുത്തു. എന്നെ ഒന്ന് താങ്ങി പിടിച്ചിരുത്ത്. ഞാൻ അദ്ദേഹത്തെ താങ്ങി പിടിച്ചിരുത്തി. അദ്ദേഹം ആ പ്ലാസ്റ്റർ കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്, ആശുപത്രിയിൽ പോലും പോകാതെ. കൃപാസനത്തിൽ എന്നെ കൊണ്ട് വരാൻ വേണ്ടി. അപ്പം ഞാനും കൂടെ സഹായിച്ച് ഞങ്ങൾ ആ പ്ലാസ്റ്റർ കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹത്തിന് കാലനക്കാൻ വയ്യ, വേദനയുണ്ട്, എല്ലാമുണ്ട്. എങ്കിലും എന്നോട് പറഞ്ഞു, എവിടുന്നെങ്കിലും അല്പം തൊട്ടാവാടി പറിച്ചുകൊണ്ട് പോവാ.
ഞാൻ പോയി അവിടെ കുറച്ച് അപ്പുറത്ത് മാറിയുള്ള തൊട്ടാവാടിയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അത് അരച്ച് പരട്ടി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. കാലയിൽ അരച്ച് അത് പരട്ടി തുണി കൊണ്ടൊക്കെ ചുറ്റി വെച്ചു. നീര് ഉണ്ടായിരുന്നു, നീരിന് അല്പം കുറവുണ്ട്, വേദനയുണ്ട്. പിറ്റേ ദിവസം എന്നോട് പറയാം നമുക്ക് രാവിലെ കൃപാസനത്തിൽ പോവാം. രാവിലെ അദ്ദേഹം ബൈക്ക് അദ്ദേഹത്തിന് കിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ആ കിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് ഞാൻ വലതുവശത്തെ കാല് അദ്ദേഹം കുത്തുമ്പോൾ ഞാനിവിടെ കാല് കുത്തി കൊടുക്കണം. അങ്ങനെ അദ്ദേഹം ബൈക്കിന് പന്തളം കഴിഞ്ഞുള്ള ദേശത്തു നിന്ന് എന്നെയും കൊണ്ട് ഇവിടം വരെ വന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഞാനും വിശ്വസിച്ച് തുടങ്ങി. ഇവിടെ വന്ന് അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ വന്നു ഉടമ്പടി എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ബ്രദർ എന്നോട് ചോദിച്ചു, ആരെങ്കിലും കുടുംബത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിത പങ്കാളി എടുത്തിട്ടുണ്ട്, ഇന്ന ദിവസം എടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും രണ്ടായിട്ടാണോ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു അല്ല, ഞങ്ങളൊരു ഭവനത്തിലാണ്. ഒരു ഭവനത്തിൽ നിന്ന് ഒരു ഉടമ്പടി മതി. അപ്പോൾ അത് വെച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ആ ഉടമ്പടി പ്രാർത്ഥനയെല്ലാം അത് പൂർത്തീകരിച്ച് പ്രാർത്ഥിക്കുകയും അതനുസരിച്ച് പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളുകയും ജീവിക്കുകയും ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു നിയോഗം കൂടിയുണ്ട്, അതിൽ ചേർക്കാത്ത ഒരു നിയോഗമുണ്ട്. ഉടനെ ഒരു പേപ്പർ വന്നിട്ട് പറഞ്ഞു അതിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ നിയോഗം ഈ ലൈസൻസ് എടുക്കാനുള്ള ഈ നിയോഗം എഴുതി കൊടുത്തു കഴിഞ്ഞ് ഞങ്ങളിവിടെ ഇരുന്ന് കുറേ നേരം കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ പോയി കഴിഞ്ഞ് പിന്നെ എനിക്ക് പരിശീലനത്തിൻ്റെ 2 ക്ലാസ്സുകളാണ്. അടുത്ത ക്ലാസ്സിന് ഞാൻ അവിടെ ഗ്രൗണ്ടിൽ കടന്നു വന്ന് എനിക്ക് വണ്ടി തന്നു. ഞാൻ ആ വണ്ടിയിൽ കയറി ആദ്യത്തെ പ്രാവശ്യം ഒരു തെറ്റുമില്ല 8 എടുക്കുകയാണ്. അത് കഴിഞ്ഞ് ആ തവണ തന്നെ 16 റൗണ്ട് ഒരു തെറ്റുമില്ലാതെ ഞാൻ ആ റൗണ്ടിൽ 8 എടുത്തു. അത് കൃപാസനം അമ്മ ഈശോയോട് പറഞ്ഞ് കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ എൻ്റെ ജീവിതത്തിൽ നടന്ന ആദ്യത്തെ അത്ഭുതമാണ്. അത് കഴിഞ്ഞ് ഞാൻ അന്നത്തെ പരിശീലനം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട്, അവളും കുറേ നാളുകൊണ്ട് ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നതാണ്. അവളെന്നോട് ചോദിച്ചു, റേച്ചൽ വീട്ടിലായിരുന്നപ്പം അവിടെ വെച്ച് പരിശീലിച്ചിരുന്നോ, ഭർത്താവ് പഠിപ്പിച്ചോ? അപ്പം ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ഇതെങ്ങനെ സാധിച്ചു ഒരു തെറ്റും കൂടാതെ എടുക്കാൻ? ഞാൻ പറഞ്ഞു ഞങ്ങൾ കൃപാസനത്തിൽ പോയി, അതുകൊണ്ടാണ്. ആ കുട്ടിയും കൃപാസനത്തിൽ കടന്നു വരികയും പിന്നീട് 2 പ്രാവശ്യം പരീക്ഷ ഏറ്റെടുക്കാൻ സാധിക്കാതെ തോറ്റുപോയി. 3ാമത്തെ പ്രാവശ്യം എടുക്കുന്നതിന് മുമ്പ് കൃപാസനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. 3ാമത്തെ പ്രാവശ്യം ഏറ്റെടുക്കാനും സാധിച്ചു. എനിക്കും അതാണ് ആദ്യത്തെ പ്രാവശ്യം തന്നെ, എൻ്റെ ടെസ്റ്റിൻ്റെ അന്ന് തന്നെ ആദ്യത്തെ പ്രാവശ്യം തന്നെ എനിക്ക് ഏറ്റെടുക്കാൻ സാധിച്ചു. ലൈസൻസ് അന്ന് തന്നെ എൻ്റെ ഫോണിൽ ലൈസൻസ് വന്നു. 8ാം പക്കം എനിക്ക് പോസ്റ്റിലും കിട്ടി. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു, അത് ഈശോയ്ക്കും അതുവഴി. അതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളിൽ മറ്റൊന്നായിരുന്നു ഞങ്ങളുടെ മകൻ്റെ ജോലിയും ഭാവി ജീവിതത്തെ സംബന്ധിച്ചുള്ളത്. അവന് ദുബായിൽ ഒരു ചെറിയ ജോലിയുമായി ഇരിക്കുകയായിരുന്നു. ദുബായ് ജോലി ആയിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഉടമ്പടി എടുക്കുന്നത്. അപ്പോഴവൻ ആ ജോലി തുടരുന്നില്ല, തിരിച്ചു വരികയാണ്. നാട്ടിൽ വന്ന് അവന് വേറൊരു കോഴ്സ് പഠിക്കണം എന്നൊക്കെയുള്ളൊരാഗ്രഹം ഇങ്ങനെ പ്രകടിപ്പിച്ചായിരുന്നു. പക്ഷേ ആ കോഴ്സ് പഠിപ്പിക്കാനുള്ളൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഞങ്ങളെ വല്ലാതെ അലട്ടിയിരുന്നു. അപ്പോൾ അതിനുള്ള യാതൊരു നിർവാഹവും ഇല്ല. അവനെ അവിടെ തന്നെ തുടർന്നും നിൽക്കാനും അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു ജോലി എവിടെയെങ്കിലും കരസ്ഥമാക്കുവാനും ഞങ്ങൾ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവൻ ഇങ്ങ് വരികയാണ് എന്നുള്ളൊരു ഉത്തരമാണ് ഞങ്ങൾക്ക് നൽകിയിരുന്നത്. ഇതും ഞങ്ങൾ ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അവസാനം അവൻ വരേണ്ട വിസ എക്സിറ്റ് അടിച്ച് വരേണ്ട സമയത്തോട് അടുത്തപ്പോൾ അവനെ ജോലിക്ക് കൊണ്ടുപോയിരുന്നവർ തന്നെ അവനോട് പറയുകയുണ്ടായി, നീ 1 വർഷം കൂടി ഇവിടെ തുടരുവാണെങ്കിൽ ഞങ്ങൾ തന്നെ അവിടെ തന്നെ മറ്റൊരു എവിടെയെങ്കിലും ഒരു നല്ല ജോലി നിനക്ക് മേടിച്ചു തരാം. അങ്ങനെ ഒരു ഉറപ്പും അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അല്ലാതെ തന്നെ അവനും പരിശ്രമിക്കാം എന്നും ഞങ്ങളോട് പറയുകയുണ്ടായി. അങ്ങനെ അവൻ അവിടെ വിസ റിന്യൂ ചെയ്തുകൊണ്ട് തന്നെ അവധിക്ക് ഇപ്പം നാട്ടിൽ വന്നു. ഇന്ന് ഇവിടെ ഞങ്ങളോടൊപ്പം ഇവിടേക്ക് കടന്നു വരികയും ഉണ്ടായി. പിന്നെ ഞങ്ങളുടെ ഭവനത്തെ സംബന്ധിച്ച് ഞങ്ങളൊരു നിയോഗം ഉടമ്പടി എടുത്തപ്പോൾ വെച്ചിരുന്നു.
അത് വർഷങ്ങളായി ഞങ്ങൾ വിൽക്കുവാനോ, കാരണം സാമ്പത്തിക കടബാധ്യത ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതൊന്നും ചെയ്യാൻ സാധിക്കാതെ ആ ഭവനം ഞങ്ങൾക്കിങ്ങനെ ഒരു വളരെ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പോൾ എൻ്റെ ക്രയവിക്രയം നടക്കുന്നില്ല. മേടിക്കാൻ വരുന്നുണ്ട് ആൾക്കാർ, പക്ഷേ വളരെ വില കുറച്ച് പറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം. ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരുന്നു, വാടകക്കാർ മാറിപ്പോയി. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ കൃപാസന അമ്മേൻ്റെ ഉടമ്പടിയിൽ അതും വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോഴ് ഞങ്ങൾക്ക് കൃപാസന അമ്മ വഴിയാണെന്ന് ഞങ്ങൾ ഉറപ്പായും വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഭവനം ഒരു എൻജിനീയർ വാടകയ്ക്ക് ചോദിച്ചു. അദ്ദേഹം വന്നിട്ട് ഞങ്ങളോട് പറയുകയാണ്, നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് പൈസ ഒന്നും തരണ്ട, ഞാനിത് ഒരു നല്ലൊരു രീതിയിൽ പണിത് തരാം. അപ്പോൾ അങ്ങനെ പണിതത് കാണുമ്പോൾ അത് വിൽക്കുവാനോ അല്ലെങ്കിൽ അതുവഴി മറ്റൊരു രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒരു രീതിയിൽ ആ കെട്ടിടം ഉപയോഗിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കും. വാടക ഇനത്തിലോ ഒക്കെ ആയിട്ട് അത് നിങ്ങൾ എന്നിൽ നിന്ന് ഈടാക്കുകയോ നിങ്ങളത് ഞാൻ നിങ്ങൾക്ക് തരാതെ, വാടക തരാതെ നിങ്ങൾ ആ ഇനത്തിലോ ഒക്കെ ആയിട്ട് അത് തന്നു തീർത്താൽ മതി എന്നുള്ളൊരു രീതിയിൽ ഇപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ഇന്ന് ആ കെട്ടിടം അവിടെ പണി തുടങ്ങും എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ